എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു ഹാപ്പി ന്യൂസ്, നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത് കേട്ടോ. ഇന്നത്തെ ഡ്രസ് കളക്ഷൻ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പിട്ടായിട്ട് ഞാനൊരു ഇൻട്രോ പോലെ നിങ്ങളോട് പറയുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒലീവിയ ഇപ്പൊ ഓൺലൈൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ തന്നെ ലക്ഷങ്ങളോളം ഫോളോവേഴ്സും ആയിട്ടുണ്ട്. യാതൊരുവിധ പ്രമോഷനുകളോ കാര്യങ്ങളോ ഒന്നും കൊടുത്തോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല നമ്മൾ ഈ ഫോളോവേഴ്സിനെ കയറ്റിയിരിക്കുന്നത്. നമ്മുടെ ഡ്രസ്സിന്റെ വിലക്കുറവും ഡിസൈനുകളും കണ്ട് ഇഷ്ടപ്പെട്ടു വന്നിട്ടുള്ള ജെന്യുവിനായിട്ടുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഡ്രസ്സ് കാണാനുള്ളവരാണ് നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. അപ്പോ തുടക്കം തൊട്ട് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള എല്ലാ വീഡിയോസുകളും ഞങ്ങളുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഉണ്ട്. നിങ്ങൾക്കറിയാം, ഞങ്ങള് ഓരോ പ്രാവശ്യവും എങ്ങനെ നിങ്ങൾക്ക് റേറ്റ് കുറച്ചു കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്ന ഒരു ഷോപ്പാണ്. ആദ്യമേ നമ്മുടെ ഹാൻഡ് വർക്ക് 699 ആയിരുന്നു. പിന്നെ അത് കസ്റ്റമേഴ്സ് കൂടിയപ്പോൾ 599 ആക്കി. പിന്നെ ഈ ലാസ്റ്റ് ഇതില് നമുക്ക് 499 ഞങ്ങൾ ഹാൻഡ് വർക്കുകൾ എത്തിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, എല്ലാ ഹെവി പാറ്റേണുകളും 499 രൂപയ്ക്കാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു സ്പെഷ്യാലിറ്റിയാണ് അങ്ങനെ. കസ്റ്റമേഴ്സ് കൂടുന്തോറും നമ്മൾ എപ്പോഴും റേറ്റ് കുറവിലാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രീ ബുക്കിംഗ് സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ചെറിയ റേറ്റിൽ കൊണ്ടുവരുന്ന പ്രോഡക്ട്സുകൾ DTDC വഴി നിങ്ങൾക്ക് 4-5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടുന്ന സജ്ജീകരണത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യ നമുക്ക് ബിസിനസ്സിൽ ഉണ്ടായപ്പോഴും നമ്മൾ അതിനെ ആശ്രയിക്കാതെ നമ്മൾ വിചാരിച്ചു കുറച്ച് പിള്ളേരിൽ കൂടി ഈ ഒരു ഓൺലൈൻ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ 10 പേർക്ക് വരുമാനം കിട്ടുന്നതെങ്കിൽ അതൊരു ഏറ്റവും നല്ല കാര്യമല്ലേ എന്നുള്ള ഒരു ചിന്താഗതി ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഞങ്ങൾക്ക് ഈ ഒരു അറ്റാക്ക് പോലും നേരിടാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആൾക്കാർ എന്ന് ചേർന്ന ഒലീവിയ, അതും ഇപ്പൊ ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്നവർ മാത്രമല്ല, ബിസിനസ് എന്താന്ന് അറിഞ്ഞുകൂടാത്ത, ഒലീവിയ എന്താന്ന് അറിഞ്ഞുകൂടാത്ത, നമ്മളെ പോലും അറിഞ്ഞുകൂടാത്ത ഒരു കൂട്ടം ആൾക്കാര് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒലീവിയ നിർത്തിക്കാൻ വേണ്ടി. എന്താണ് അവരുടെ ആ ഒരു എയിം എന്ന് മനസ്സിലാവുന്നില്ല. കുറെ പേർക്ക് ജോലി ഇല്ലാതാക്കി കളയണം എന്നാണോ, അതോ ഒരു പ്രസ്ഥാനം നല്ല രീതിയിൽ വളർന്നു പോകരുതെന്നുള്ള ആഗ്രഹമാണോ എന്നൊന്നും എനിക്കറിയില്ല. മനുഷ്യരെന്താ ഇങ്ങനെ നമുക്ക് അത്രയ്ക്ക് ആലോചിച്ചിട്ടും അങ്ങോട്ട് പിടികിട്ടാത്തൊരു കാര്യമാണ്. ഞങ്ങൾ ഇങ്ങനെ പിന്നീട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പലയിടങ്ങളിൽ കൂടെ എല്ലാവരുടെയും, നമ്മുടെ വീടിന്റെ മുന്നിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയവരാണെങ്കിലും, ഈ സ്ഥാപനം പൂട്ടിക്കാൻ ശ്രമിച്ചവരാണെങ്കിലും, ഗ്രൂപ്പ് ഉണ്ടാക്കി അണിയറയിൽ പ്രവർത്തിച്ചവരാണെങ്കിലും, പിന്നെ ക്യാഷ് ഇറക്കി പ്രവർത്തിച്ചവരാണെങ്കിലും, കൊട്ടേഷൻ കൊടുത്തവരാണെങ്കിലും, ഇവരുടെ എല്ലാം ഉദ്ദേശം എന്തായിരുന്നു എന്നറിയാമോ? ഒരു കുർത്തി ബിസിനസ്. ഇത് തന്നെയായിരുന്നു അവരുടെ എല്ലാം എയിം. അപ്പൊ ഞങ്ങളെ നോക്കിയപ്പോ ഞങ്ങൾ ഇങ്ങനെ 499, 399 ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഇപ്പൊ എവിടോട്ട് ചെന്നാലും ചോദിക്കും ഒലീവിയയിൽ ഇതിന് ഇത്രേ ഉള്ളല്ലോ റേറ്റ്. ഇത് കേട്ട് 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 ഇഷ്ടപ്പെടാത്തവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഇതിനെ അങ്ങ് ഒരു സ്റ്റാഫ് ഇഷ്യൂ പോലെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതാകുമ്പോൾ മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് സിമ്പതി കിട്ടുമല്ലോ. സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാത്ത സ്ഥാപനം എന്നുള്ള ഒരു ക്രിയേറ്റ് ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ശത്രുത തോന്നും. പക്ഷേ ഞങ്ങളുടെ കൂടെ ഈ 3 വർഷം ഞങ്ങൾ കൊണ്ടുവന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്നു. അതാണ് ഒലീവിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. കാരണം ആ ഒരു സപ്പോർട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു സ്ഥാപനത്തിനും കിട്ടാത്ത സപ്പോർട്ടാണ് കസ്റ്റമർ സപ്പോർട്ട് ഒലീവിയക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, 18 വർഷങ്ങളായി ഒലീവിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഈ സ്വന്തം നാട്ടിൽ തല ഉയർത്തി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഒരിടത്തേക്കും, ഞങ്ങൾ പത്തനംതിട്ട, മാവേലിക്കരയൊക്കെ ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ ഈ ഓൺലൈൻ വന്ന ശേഷം ക്ലോസ് ചെയ്തതാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ വയ്യ. ഞങ്ങളുടെ നാട് തന്നെ കേന്ദ്രീകരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരാഗ്രഹം. അപ്പോ ഇന്ന് നമ്മള് എന്തായാലും അത്യാവശ്യം കസ്റ്റമേഴ്സും ഫോളോവേഴ്സും ഒക്കെയുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പരാക്രമണങ്ങളിൽ കൂടിയോ ഈ പറയുന്ന ആക്രമണങ്ങളിൽ കൂടിയോ ഒന്നും നമുക്ക് അങ്ങനെ തല കുനിച്ചും പിന്നെ താഴിട്ടും ഒന്നും പോവാൻ നമ്മൾ ഒരിക്കലും ഒരുക്കമല്ല. തീയിൽ കൊടുത്തു വന്നത് വെയിലത്ത് വാടുകയില്ല എന്ന് പറഞ്ഞതുപോലെ
പണ്ട് തൊട്ടേ ഞങ്ങള്, അത് ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല, ഞങ്ങള് നന്മമരമാണെന്ന് എങ്ങും പറയുന്നുമില്ല. ഞങ്ങളോട് ഈ കത്തി നിൽക്കുന്ന ട്രെൻഡിങ് കുർത്തീസുകൾ ഈ ചെറിയ റേറ്റിൽ ഞങ്ങൾ കൊണ്ടുവരാനുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഈ ഒരു ചെറിയ റേറ്റിൽ കിട്ടണമെന്നും, അത് വെബ്സൈറ്റിൽ കൂടെ ഇല്ല, വെബ്സൈറ്റ് വേണ്ടാതെ ഇങ്ങനെ ഇത്രയും പേർക്ക് ജോലി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു ഇതിൽ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണമെന്നും ഏത് ഐഡിയ കൂടെ കൊണ്ടുപോകണമെന്നും. ഞങ്ങൾ വില കുറച്ച ശേഷമാണ് പലരും റേറ്റ് കുറവിൽ കൊണ്ട്, എക്സാമ്പിൾ ഉൾപ്പെടെ ഞാൻ എടുത്തിട്ട് തരാം. ഫ്രീ ഷിപ്പിംഗ് ഞങ്ങൾ കൊണ്ടുവന്ന ശേഷമാണ് പലരും കൊണ്ടുവന്നിട്ടുള്ളത്. ആരും സ്വമേധയാ 10 രൂപ കുറവിൽ ഒരു കസ്റ്റമർക്ക് കിട്ടണേന്ന് ചിന്തിച്ച് ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഒന്ന് എക്സാമ്പിൾ സഹിതം ഒന്ന് കൊണ്ടുതരണം. ഞങ്ങള് ഈ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്ന്, അല്ലാതെ 4 എണ്ണം എടുത്ത് 199, 299 എന്ന് പറയല്ല, ഈ ക്വാണ്ടിറ്റി നിങ്ങളുടെ മുന്നിൽ കൃത്യമായി കാണിച്ചുകൊണ്ട്, ഇത്ര പീസ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കാണിച്ചുകൊണ്ട്, പിന്നെ ഈ സ്റ്റാഫുകളെ വെച്ച് ബിസിനസ് ചെയ്തപ്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പലരും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് റിപ്ലൈ തരാതിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ചിലപ്പോൾ അവർ ഡിലേ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ സ്റ്റാഫുകളെ കുറിച്ച് മനസ്സിലായല്ലോ. ഒരു സ്ഥാപനം പൂട്ടിക്കാൻ കൊടി പിടിച്ച് മുമ്പിൽ വന്ന് നിൽക്കുന്ന പിള്ളേർ, ഒരു നേരത്തെ അന്നം കഴിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവർ പറഞ്ഞു കൊടുക്കും, മക്കളെ അങ്ങനെ ചെയ്യരുത്. കാരണം അവരുമായിട്ടൊരു ദേഷ്യമുണ്ട് എങ്കിൽ, നമുക്ക് അഥവാ ഒരു ചർച്ച ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. അതിന് പകരം ഒരു സ്ഥാപനത്തിന്റെ മുന്നിൽ ഒരു നേരം ആഹാരം ആ കുടുംബത്തിലുള്ളവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളൊക്കെ അങ്ങനെയാണ്, നമ്മുടെ വീട്ടിലുള്ളവർ പറഞ്ഞു തരും, ഒരിക്കലും അങ്ങനെ ഇറങ്ങി ചെല്ലണം. അപ്പൊ ആ കുട്ടികൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇതുപോലെയുള്ളവരുടെ കയ്യിലേക്കാണ് നിങ്ങൾ ഓർഡർ എടുക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പൊ അവര് അവരുടേതായിട്ട് ഇഷ്ടത്തിന് മാറ്റി വെക്കും, ചിലപ്പോൾ അയക്കത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒലീവിയയുടെ ഓണർമാരായ ഞങ്ങളിൽ കൂടെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും ഓർഡറുകൾ എടുക്കാൻ പറ്റില്ല, അത് പോസിബിൾ അല്ലെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇവരെ ഡിപ്പെൻഡ് ചെയ്തു. അപ്പൊ ഇവരിൽ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ നമ്മുടെ കസ്റ്റമർ കെയറിങ്ങിന് വേണ്ടി നമ്മുടെ കളറുകൾ, നിങ്ങൾക്കറിയാലോ, കളറുകൾ മാറ്റി അയക്കും, നിങ്ങൾ പറയാത്ത സൈസുകളായിരിക്കും. ഇതിനൊക്കെ വേണ്ടി ആ കസ്റ്റമർക്ക് ഒരു കെയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റാഫുകൾക്ക് ഒരു പേടി ഉണ്ടാവാൻ വേണ്ടി ചെറിയ ചെറിയ ഫൈനുകളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അങ്ങോട്ട് എടുത്തു വെച്ചുകൊണ്ട് എന്തോ പരാക്രമമാണ് കാണിക്കുന്നത്. പൂട്ടണം, പൂട്ടിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഇവിടെ നിന്ന് വെല്ലുവിളിക്കുന്നു എന്റെ സ്ഥാപനത്തിന് നേരെ കൊടി ഉയർത്തിയവർ, ഗ്രൂപ്പ് തുടങ്ങി എന്റെ സ്ഥാപനം കൊട്ടേഷൻ കൊടുത്തവർ, ഞാൻ വെല്ലുവിളിക്കുന്നു. എന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു 20 പേർക്ക് പെൺകുട്ടികൾക്ക് ഞാൻ കൊടുത്ത ഫ്രീഡം കമ്മീഷൻ, ഈ ഫെസിലിറ്റി കൊടുത്തുകൊണ്ട് ഒന്ന് ജോലി കൊടുത്ത് നിങ്ങൾ കാണിച്ചു തന്നാൽ ആ നിമിഷം നിങ്ങൾ പറയുന്ന ഏതൊരു കാര്യത്തിനും ഞാൻ തയ്യാറാണ്. മനസ്സിലായി? ഈ വിലക്കുറവിൽ, ഈ ഫെസിലിറ്റിയിൽ, ഈ കമ്മീഷനിൽ, ഈ ഫ്രീഡത്തോടു കൂടി ഇത്രയും പേർക്ക് ഒരു ജോലി കൊടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ കഴിവെന്ന് പറഞ്ഞത്. അല്ലാതെ വല്ലവരും ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഒരു വളർച്ചയിൽ ഒരു പ്രമോഷൻ പോലും കൊടുക്കാതെ സ്വന്തം നാട്ടിൽ പടുത്തുയർത്തി കാണിച്ച ഒരു പ്രസ്ഥാനത്തിനെ ജയ് വിളിക്കാനും പൂട്ടിക്കാനും ഇറങ്ങുന്നതല്ല ഒരു ആളുടെ കഴിവെന്ന് പറയും. ഇപ്പൊ പലരും എന്നോട് ചോദിക്കും, ഒരു മൊബൈലും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങാൻ കുറെ ആർക്കും പറ്റും. എന്നോട് പലരും ചോദിക്കും, അച്ഛൻ എന്താണ് ഇതിനെ കുറിച്ചിട്ടൊന്നും പറയാത്തത്, എന്താണ്? ഞാൻ പറയട്ടെ, എന്റെ ജോലി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ. എന്റെ ഉയർച്ച എനിക്ക് കാണിച്ചു കൊടുക്കേണ്ടത് എന്റെ ബിസിനസ്സിൽ കൂടാണ്. ഞങ്ങൾക്കുള്ളത് ഒരു ബിസിനസ്സാണ്. അല്ലാതെ രാവിലെ എടുത്തു വെച്ച് കൊതിയും നുണയും പറയുന്നത് പോലെ മൊബൈലും എടുത്തു വെച്ചിട്ട് അവിടെ ഇന്നതാണോ സംഭവിച്ചത്, ഇവിടെ ഇന്നതാണോ സംഭവിച്ചത് തമ്മിൽ അടുപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനുഷ്യനെ കേൾക്കാൻ പറ്റാത്ത അസഭ്യ വാക്കുകൾ പുലമ്പുകയൊക്കെ ചെയ്യുന്നത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ശീലിച്ചു വന്നിട്ടുള്ള കാര്യമല്ല. എന്റെ കസ്റ്റമേഴ്സ് എന്നെ കണ്ടിട്ടുള്ളത് ഞാൻ കുറെ കുട്ടികളുമായിട്ട് ചേർന്ന് നിന്ന് വില കുറവിൽ കുർത്തീസുകൾ കൊടുക്കുന്ന ഒരു അച്ഛനെയാണ് അവര് കണ്ടിട്ടുള്ളത്. അല്ലാതെ അവര് കണ്ടിട്ടുള്ളത് എന്നെ ഒരു ബാഡ് ഇതിലല്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ജോലിയല്ല അത്. അവരവിടെ ഇതിട്ടു, അന്ന് അവരെക്കാൾ മുമ്പേ വന്ന് ഇപ്പുറത്ത് ഇതിടണം, ഇതൊന്നും എന്റെ ജോലിയല്ല. എനിക്കൊരു ബിസിനസ് ഉണ്ട്, അഭിമാനത്തോടു കൂടി ഒരു ബിസിനസ് ലേഡിയാണ് എന്ന് എനിക്ക് പറയാനുള്ള ഒരു പൊസിഷൻ എനിക്കുണ്ട്. ആ പൊസിഷനിൽ അംഗീകാരം കിട്ടിയാൽ മതി. അല്ലാതെ അവരെ വെല്ലുവിളിച്ചതിനുള്ള അംഗീകാരമോ അല്ലെ അവരെ തെറി വിളിച്ചതിനുള്ള
അംഗീകാരമോ ഒന്നും എനിക്ക് വേണ്ട. ഞാനത് ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. എന്റെ ലക്ഷ്യം എന്നെ നശിപ്പിക്കാൻ വന്നവരുടെ മുന്നിൽ എന്റെ പ്രസ്ഥാനം പടുത്തുയർത്തി കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒലീവിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്നത് ഞാൻ എന്റെ തൊട്ട് പുറകെ നിൽക്കുന്ന ഈ ഒരാളാണ് കേട്ടോ. അത് ഞങ്ങൾ ചെയ്തത് എന്താണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരുടെ വാക്കുകളിലും, ഈ പൊള്ളയായ വാക്കുകളിലും ഈ കടന്നു കാണിക്കുന്ന പരാക്രമങ്ങളിലും ഒന്നും യാതൊരു വിധമായിട്ടുള്ള പേടിയോ അങ്കലാപ്പോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയണം, 1.5 മാസം 2 മാസത്തോളം ഒലീവിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെ മാത്രം വേട്ടയാടണമെങ്കിൽ ഞങ്ങൾ എന്ന് വെച്ചാൽ ഒരു കഥയില്ലാത്ത ഒരു സബ്ജക്ട് ആരെങ്കിലും പറയുമോ? നിങ്ങൾ ചിന്തിക്കുക, ഒരു കോമൺ സെൻസിൽ ഒരു കഥയില്ലാത്ത, ഒരു കേൾവിക്കാരില്ലാത്ത സബ്ജക്ട് ആരാ പറയാൻ പോകുന്നത്? അപ്പൊ ഞങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കേൾക്കാൻ ആൾക്കാരുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇന്നിപ്പോ ഞാൻ ചോദിക്കട്ടെ, എത്രയോ പേര് എന്തെല്ലാം വിഷയങ്ങൾ യൂട്യൂബിൽ നടക്കുന്നു, ഒരാളും എടുത്ത് സംസാരിക്കാത്ത എന്താ? അവർക്കൊന്നും കേൾവിക്കാരില്ല. പക്ഷെ ഒലീവിയെ കുറിച്ച് പറയുമ്പോൾ കേൾവിക്കാർ കൂടുതൽ, റവന്യൂ കൂടുതൽ, ഇതൊക്കെയാണ്. ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെതാണ്. ഒലീവിയ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് വെച്ചുകൊണ്ടാണ് ഇന്ന് പല കടക്കാർക്ക് നേരെ വന്നിട്ട് ഒരാൾ ഏറ്റെടുക്കാത്ത എന്താ? ഈ ചെക്കുഞ്ഞിന് പോലും അറിയത്തില്ല ഇവരൊക്കെ ഏതാണ്. ഒലീവിയുടെ വിഷയം വന്നപ്പോൾ ചെറുതിനെയൊക്കെ പലരും അറിഞ്ഞു പോലും തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ക്രെഡിറ്റ് ഞങ്ങൾ അതിലാണ് കാണുന്നത്. അപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അവർക്കായിട്ട് ഞങ്ങള് വലിയൊരു ഓഫർ കൊണ്ട് വരികയാണ്. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് സാധാരണക്കാരാണ്. സാധാരണക്കാരൻ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ പൈസ ഉള്ളവർ കാണും. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഇഷ്ടംപോലെ ക്യാഷ് ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഡെയിലി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നും കോസ്റ്റ്ലി കുർത്തീസുകൾ ഇടാൻ പറ്റില്ല. അതാണ് ഞങ്ങളെ ഒലീവിയ ഇത്രയും പേരിലേക്ക് എത്തിച്ചത്. അതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുറവും നല്ല പാറ്റേണുകളും, ട്രെൻഡിങ് നിൽക്കുന്ന പാറ്റേണുകളും ഒക്കെ തന്നെയാണ് ഞങ്ങൾ വിലക്കുറവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇനി അങ്ങോട്ട് ഒരു കുറെ നാളത്തേക്ക് അതിന്റെ അടുത്ത ഇതെന്ന് പറയുമ്പോൾ വെച്ചാൽ നമുക്ക് അതിനൊരു ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് അനിശ്ചിത കാലത്തേക്ക് തന്നെ നമുക്ക് 399 മാത്രമേ നമ്മളുടെ കുർത്തീസുകൾക്കുള്ളൂ. അത് ഹാൻഡ് വർക്ക് ആയിക്കോട്ടെ, പാർട്ടി വെയർ ടൈപ്പ് എല്ലാം നമുക്ക് 400 എന്ന് പറഞ്ഞ് ഇനി നമ്മുടെ വില 399 രൂപയാണ്. സന്തോഷമായല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് 499 കൊടുത്തിരുന്ന സമയത്താണ് വേട്ടയാടലുകൾ തുടങ്ങിയത്. എന്നാ പിന്നെ നമ്മൾ അങ്ങനെയൊന്നും അങ്ങ് വിട്ടുകൊടുക്കാനും പേടിച്ചോടാനും ഭയന്നോടാനും ഒന്നും തൽക്കാലം നമുക്ക് ശ്വാസം ഉള്ളിടത്തോളം കാലം നമ്മൾ ഒട്ടുമേ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് 399 ഇടണ്ടേ? കാരണം ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഏറ്റവും നല്ല കുർത്തീസുകൾ വിലക്കുറവിൽ ഇടണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഒലീവിയ ഓൺലൈൻ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അവരെല്ലാം വെറൈറ്റി പാറ്റേണുകൾ 399 രൂപയ്ക്ക് ഇടട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നമുക്കൊരു ചെറിയൊരു GST വരും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, 499 നമ്മൾ 399 വന്നത്. ഒരു 5% ചെറിയൊരു തുക 19-20 ആ ഒരു റേറ്റിലേ വരത്തുള്ളൂ. അപ്പോ നിങ്ങൾക്ക് എല്ലാ പാറ്റേണുകളും എന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി അങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്ന ഓരോ ദിവസത്തെ ഐറ്റംസ് നിങ്ങൾ കണ്ടു നോക്കുക. 399 രൂപ എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ട്. കാരണം ഒരു കുർത്തിയെ സംബന്ധിച്ചിടത്തോളം അത് എത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതാണ് ഒലീവിയ ഇനി അങ്ങോട്ട് പെരുമഴ അങ്ങോട്ട് ആരംഭിക്കാൻ പോവുകയാണ് മക്കളെ. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നപ്പോഴും നമ്മുടെ കൂടെ നിന്ന കുറച്ച് പിള്ളേരുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്താ സ്റ്റാഫിലേക്ക് കാണിക്കാത്ത? അത് എന്റെ ഇഷ്ടമാണ്. എന്റെ ബിസിനസ് ഏത് ലെവലിൽ ഏത് രീതിയിൽ വീഡിയോസ് മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാതെ ചെയ്യാൻ മാത്രമേ ഇതുള്ളൂ. അല്ലാതെ എന്റെ വീഡിയോയിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടെ ഇരിക്കുന്ന ആരും പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒലീവിയ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിയമങ്ങളിൽ, ബിസിനസ് സംബന്ധമായ നിയമങ്ങളിൽ മാത്രം അനുസരിച്ച് പോയാൽ മതി. അല്ലാതെ വേറെ ഓരോരുത്തർ വന്ന് ഇന്നതിങ്ങനാക്കണം പണ്ടതാകണം എന്ന് കേൾക്കുന്ന രീതിയല്ല ഞങ്ങളുടേത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ കുട്ടികൾ അവർ ഇനിയും മേടിക്കട്ടെ, നല്ല ശരിക്ക് ശമ്പളം മേടി. ഇവിടുന്ന് പോയി ഇപ്പോഴും ഈ കറണ്ട് സിറ്റുവേഷനിൽ പോയിട്ട് പല സ്ഥാപനങ്ങളിൽ പോയി അവിടുത്തെ ബുദ്ധിമുട്ടുകൾ കാണാൻ വീണ്ടും തിരിച്ച് ഒലീവിയയിലേക്ക് വന്ന കുട്ടികളുണ്ട്. അവർക്ക് മനസ്സിലായി ഒലീവിയ എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇന്നും ഇവിടുന്ന് പോയി മറ്റു സ്ഥാപനങ്ങളിൽ 10-12 മേടിച്ച് സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്. അവിടെയൊന്നും പോയി നിങ്ങൾക്ക് ഈ പരാക്രമണം കാട്ടണ്ടേ? കാരണം അവർക്ക് ആ ഒരു ജോലി കിട്ടണമെങ്കിൽ അത്രത്തോളം അവർ വർക്ക് ചെയ്തിട്ടാണ്. അവിടെയൊന്നും ഈ പ്രശ്നങ്ങൾ കൊണ്ടുപോകണ്ടല്ലേ? എന്തായാലും ഒലീവിയോടല്ലേ ഉള്ളൂ പിന്നെ കോമ്പറ്റീഷൻ, അല്ലാതെ മറ്റവരോട് കോമ്പറ്റീഷൻ എന്തിനാണ്?
ഓക്കെ, അപ്പൊ എന്തായാലും ഒലീവിയക്ക് ഇങ്ങനെ ഒരു ഇത് തന്നത്. ഞങ്ങൾക്ക് ഇനി ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ചെറിയ തുക മതി കഞ്ഞി കുടിച്ച് ഞങ്ങൾക്ക് പോവാനായിട്ട്. ഓൺലൈനിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നെന്ന് പറയുന്നത് കുറെ കുട്ടികൾക്ക് ഇനിയും ജോലി കൊടുക്കണം. അതേപോലെ തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത, ഈ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ കഴിഞ്ഞ ഇടങ്ങളിൽ തന്നെ ഞങ്ങൾ കൊടുത്തുകൊണ്ട് പോകുന്ന കുർത്തീസുകൾ തന്നെയാണ്. അല്ലാതെ വില കുറവെന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്കൗണ്ട് ഒന്നും അല്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പുതിയ വരുന്ന എല്ലാ കുർത്തീസുകളും നിങ്ങൾക്ക് 399, പിന്നെ കുർത്തീസുകൾക്കെല്ലാം 399 മാത്രം അനിശ്ചിത കാലത്തേക്ക്. പിന്നെ നമുക്ക് എന്തെങ്കിലും അപ്ഡേഷനുകൾ പിന്നീടുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും. അതുവരെ നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ ടോപ്പുകളും പുതിയ ടോപ്പുകളാണ്. ബണ്ടിൽ പൊട്ടിച്ച് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന ഐറ്റംസ് ആണ്. എല്ലാം നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ഉൾപ്പെടെ 399 വാങ്ങിക്കാൻ പറ്റും. സന്തോഷമായല്ലോ. ഇതാണ് ഒലീവിയ. ഒലീവിയ തിരികേറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അങ്ങ് അടഞ്ഞു പോകുന്ന സ്ഥാപനങ്ങൾ കാണും. ഒലീവിയ അങ്ങനെയല്ല. ഒലീവിയക്ക് വാശിയും കോമ്പറ്റീഷനും തരുന്തോറും ഒലീവിയ ഉണ്ടല്ലോ പടക്കുതിരയെ പോലെ എഴുന്നേക്കും. 400 300 വന്നില്ല, ഈ ഒരു പ്രശ്നം വന്നോണ്ട് കസ്റ്റമർ ഹാപ്പി ആയില്ലേ? ഒലീവിയുടെ പിള്ളേർ ഇപ്പൊ നിൽക്കുന്നവര് ഹാപ്പി ആയില്ലേ? ഇതാണ് ഒലീവിയ. അപ്പൊ നമുക്കിനി അങ്ങോട്ട് അടിച്ച് പൊളിക്കാം. എല്ലാ ട്രെൻഡിങ് പാറ്റേണുകളും വെറും 399 രൂപയ്ക്ക് ഒലീവിയ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ അടിപൊളി ഒരു കളക്ഷൻ കാണാം. വേഗം. അപ്പോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന അല്ല കേട്ടോ. അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഇൻട്രോ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് ചേഞ്ച് ചെയ്തില്ല ഡ്രസ്സ്. ഇന്നൊരു പ്രിന്റഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഫ്രോക്ക് കുർത്തിയാണ് കേട്ടോ. ജോർജറ്റില് നല്ല ഭംഗിയിൽ വരുന്ന ഹെവി ഐറ്റമായിട്ട് വരുന്ന ഒരു കുർത്തിയാണ്. പ്രിന്റഡ് ജോർജറ്റും പ്ലെയിൻ ജോർജറ്റും കൂടാണ് വന്നിട്ടുള്ളത്. 399 രൂപയാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത്. നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഫസ്റ്റ് കളർ. ഇതുപോലെ ഇരിക്കും. നല്ല രസമാണ് വെയർ ചെയ്ത് വരുമ്പോ. അപ്പോൾ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ മാറ്റി. അടുത്ത കളറ് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ വരുന്ന ഈ ഒരു ഗ്രീൻ ടോൺ ആണ്. നല്ല ഹെവി ഐറ്റം ആണ്. ബാക്ക് സൈഡിൽ ഡോറീസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 399 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത കളറ് നേവി ബ്ലൂ ആണ് കേട്ടോ. നല്ല രസമായിട്ട് വരുന്ന നേവി ബ്ലൂ ആണ്. 399 രൂപ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. അടുത്ത കളറ് പ്രിന്റിന് ബോട്ടിൽ ഗ്രീൻ ആണല്ലേ. ഞാൻ നോക്കി മറ്റേ ഗ്രീൻ തന്നെയാണത് കേട്ടോ. നല്ല രസമായിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആണ്. 399 രൂപ. അടുത്ത കളർ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല രസമായിട്ട് വരുന്ന ബ്ലാക്ക് ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ നമ്മുടെ തുടക്കത്തിലുള്ള കസ്റ്റമേഴ്സിനുള്ള ഹാപ്പി ന്യൂസ് കേട്ടതില്. അപ്പൊ എല്ലാവരോടും സ്നേഹം, സന്തോഷം. അപ്പൊ നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ കിടക്കാച്ചി കളക്ഷനുമായിട്ട് കാണാം. ബൈ.